ഓം ശ്രീ ഗുരുഭ്യോ നമ. നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഇന്നത്തെ ഋഷിപ്രോക്തത്തിലെ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ജീവിതത്തിൽ സമാനത, നീതി, സ്നേഹം, സൗന്ദര്യം എന്നിവയെല്ലാം ഒരുമിച്ച് ചേർന്ന ഒരു രാശിയുണ്ട്. അതാണ് തുലാം രാശി. സമത്വം യോഗ ഉച്യതേ എന്നുള്ള ഗീതാ ശ്ലോകത്തെ നമുക്ക് ഇവിടെ പ്രതിപാദിക്കാം. തുലാം രാശിയുടെ അടയാളം തന്നെ തുലാസ് ആണ്. നീതിമാന്മാരായിരിക്കും. എന്നാൽ ലഗ്നവും മറ്റും വിപരീതമാകുന്ന പക്ഷം ഇത്രയും അനീതി കാട്ടുന്ന ഒരു രാശിക്കാർ മറ്റ് ഉണ്ടാകില്ല. എന്നാൽ പൊതുവായിട്ട് ലഗ്നം അനുകൂലമാകണമെങ്കിൽ ഇവർ നീതിമാന്മാരായിരിക്കും. എല്ലാത്തിലും കഴിവുള്ളവരും നല്ല മനസ്സുള്ളവരുമായിരിക്കും. സമത്വമാണ് യഥാർത്ഥ യോഗം എന്ന് ഈ രാശിക്കാർ നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ സമത്വത്തിന്റെ പ്രതീകമാണ് തുലാം രാശി. തുലാസ് എന്നത് സമത്വത്തിന്റെ പ്രതീകമായി വരുന്നു. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് തുലാം രാശിക്കാരുടെ 2026, 2027, 2028 എന്നീ 3 വർഷങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള നക്ഷത്ര ഫലമാണ്. ഇതറിഞ്ഞിരുന്നുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് നല്ല രീതിയിൽ കൂടുതൽ മെച്ചമായി ക്രമപ്പെടുത്താനുള്ള ഒരു മാർഗമായിട്ടാണ് ഈ വീഡിയോ നാം ചെയ്യുന്നത്. തുലാം രാശിക്കാർക്ക് ഈ 3 വർഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം അത്ഭുതങ്ങൾ സംഭവിക്കും. ധനം, ജോലി, വിവാഹം, കുടുംബം, വിദേശയോഗം, ശത്രുജയം എല്ലാം നമ്മൾ ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നുണ്ട്. അതിനു മുമ്പായിട്ട് പൊതുവായിട്ട് തുലാം രാശിക്കാരുടെ ഗുണവും ദോഷങ്ങളും ഒക്കെ ഒന്ന് പറഞ്ഞു പോകാം. തുലാം രാശി എന്നത് സന്തുലിതാവസ്ഥയുടെ പ്രതീകമാണ്. തുലാമിന്റെ ചിഹ്നം തന്നെ തുലാസാണ്. ജീവിതത്തിൽ എല്ലാ മേഖലകളിലും ഒരു സമതുലിത കൊണ്ടുവരാൻ ഇവർ ശ്രമിക്കുന്നതാണ്. ഇവരുടെ നീതിബോധവും എടുത്തു പറയേണ്ടതാണ്. നീതിക്കും ന്യായത്തിനും വേണ്ടി ഇവർ ഉറച്ചു നിൽക്കുന്നതാണ്. തർക്കങ്ങൾ തീർക്കാൻ ഇവർക്ക് അതുല്യമായിട്ടുള്ള കഴിവുണ്ട്. സൗന്ദര്യത്തിലും കലയിലുമുള്ള ഇവരുടെ താല്പര്യങ്ങളും ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. ശുക്രനാണ് ഈ രാശിയുടെ അധിപൻ. അതുകൊണ്ട് തന്നെ സംഗീതം, കല, ഭാഷൻ, ഭംഗി എന്നിവയുടെ അമൃതമായിട്ടുള്ള പ്രതിപത്തി ഉണ്ടാകും. ഇവരുടെ സൗഹൃദ സ്വഭാവമാണ് മറ്റൊരെടുത്തു പറയേണ്ട വിശേഷത. എല്ലാവരോടും എളുപ്പം ഇണങ്ങാൻ ഇവർക്ക് കഴിയും. മനോഹരമായിട്ടുള്ള സംസാര ശൈലി ഇവരുടെ പ്രത്യേകതയാണ്. ഇവരുടെ ശാന്ത സ്വഭാവമാണ് മറ്റൊരു സവിശേഷത. വിവാദങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കാൻ താല്പര്യമുള്ളവരാണ് ഇവർ. സമാധാനമാണ് ഇവരുടെ മാർഗം. ഇനി ഇവരുടെ നെഗറ്റീവ് വശങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. തീരുമാനങ്ങൾ എടുക്കാൻ വൈകുന്നതാണ് ഇവരുടെ ഏറ്റവും വലിയ പോരായ്മ. ചിലപ്പോൾ വലിയ അലസത, അമിതമായിട്ടുള്ള ചെലവ് ചെയ്യൽ, മുഖത്ത് നോക്കി കാര്യങ്ങൾ പറയാനുള്ള മടി, പ്രശംസ കേൾക്കാനുള്ള ഇഷ്ടം, ചിലപ്പോഴൊക്കെ ക്ഷമയില്ലായ്മ, ഇവയൊക്കെ ഇവരുടെ പോരായ്മകളാണ്. ഈ പോരായ്മകളൊക്കെ മറികടക്കാൻ ഇവർക്ക് സാധിച്ചാൽ ഇവർ ജീവിതത്തിൽ ഉന്നത വിജയങ്ങൾ നേടും. തുലാസുകൾ തൂക്കി നോക്കി തീരുമാനം പിന്നെ മതി. അവസരം വാതിലിൽ തട്ടുമ്പോൾ തുറക്കാൻ നിങ്ങൾ താമസിക്കരുത്. ഇനി നമുക്ക് 2026 മുതൽ 2028 വരെയുള്ള തുലാക്കൂറുകാരുടെ ഫലങ്ങളെ, നക്ഷത്ര ഫലങ്ങളെ ഒന്ന് പരിശോധിക്കാം. വ്യാഴം ആരംഭത്തിൽ മിഥുനൻ രാശിയിലാണ്. കർക്കിടകം, ചിങ്ങം രാശിയിലേക്ക് കടക്കുന്നുണ്ട്. ശനി ഇപ്പോൾ 6ാം ഭാവത്തിലാണ്. അത് 7ാം ഭാവത്തിലേക്കും കടക്കുന്ന സമയമുണ്ടാകും. രാഹു 5ഉം 4ഉം ഭാവത്തിലേക്കാണ്. കേതു ആകട്ടെ 11ലും 10ലുമായിട്ട് വരുന്ന സമയമാണ്. നമുക്കിനി 2026 തുലാക്കൂറുകാർക്ക് എങ്ങനെ ഉണ്ടാകുമെന്ന് പരിശോധിക്കാം. ഇത് വിപുലീകരണത്തിന്റെ വർഷമായിട്ട് 2026 തുലാക്കൂറുകാർക്ക് പറയേണ്ടിയിരിക്കുന്നു. ഭാഗ്യോദയം ഉണ്ടാകുന്ന സമയം തന്നെയാണ്. വ്യാഴം 9ലാണ്. അതുകൊണ്ട് തന്നെ ഭാഗ്യത്തിന്റെ വാതിൽ തുറക്കുന്ന കാലം എന്നും പറയാം. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കും. ബിസിനസ്സിനൊക്കെ പറ്റിയ സമയമാണ്. പുതിയ ജോലി, വിദേശയോഗം, ഉന്നത വിദ്യാഭ്യാസ യോഗം എന്നിവയ്ക്കും സാഹചര്യങ്ങൾ ഉണ്ടാകും. ആത്മീയതയുമായി ബന്ധപ്പെട്ട് ക്ഷേത്ര ദർശനം, തീർത്ഥാടനം, മന്ത്രജപം എന്നിവയ്ക്കൊക്കെ അനുകൂല സമയമാണ്. ഉദ്യോഗിനും പുരുഷ സിംഹം ഉപൈതി ലക്ഷ്മിഹി എന്നാണ്. അതായത് പ്രവർത്തിക്കുന്നവർക്കാണ് ലക്ഷ്മി ദേവിയുടെ കടാക്ഷം സിദ്ധിക്കുക. 2026 ഇപ്രകാരം നല്ല പരിശ്രമം നടത്തുന്ന തുലാക്കൂറുകാരെ സംബന്ധിച്ച് ലക്ഷ്മി ദേവിയുടെ കടാക്ഷം ഉണ്ടാകും. അവർക്ക് ഭാഗ്യം കൂടെ ഉണ്ടാകും എന്നർത്ഥം. ഇനി തുലാക്കൂറുകാരുടെ 2027 ഫലങ്ങൾ ഒന്ന് പരിശോധിക്കാം. തൊഴിലിൽ ഉന്നതിയുടെ വർഷമാണ് 2027. 10ാം ഭാവത്തിൽ വ്യാഴം ഉച്ചത്തിലേക്ക് എത്തുകയാണ്. ഗോചരത്തിൽ 10ൽ വ്യാഴം നിൽക്കുമ്പോൾ അത്ര നല്ല ഫലങ്ങളല്ല പറയുന്നത്. എന്നിരുന്നാലും വ്യാഴം അനുകൂല ഫലത്തെ തന്നെ നൽകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തൊക്കെ നേട്ടങ്ങളാണ് ഇതുമൂലം ലഭിക്കുക എന്ന് പരിശോധിക്കാം. പ്രമോഷൻ ലഭിക്കുക, അധികാരങ്ങൾ ലഭിക്കുക, പുതിയ തൊഴിലവസരങ്ങളൊക്കെ വന്നു ചേരുക, സർക്കാർ ജോലിക്കും സാധ്യതയുണ്ട്. കൂടാതെ സമൂഹത്തിൽ അംഗീകാരങ്ങളൊക്കെ ലഭിക്കുക. ഇനി സാമ്പത്തിക വളർച്ചയും ഇതിന്റെ ഭാഗമായിട്ട് ലഭിക്കാം. അതായത് വരുമാനം വർദ്ധിക്കുന്നതാണ്. സ്ഥിരതയും സമൃദ്ധിയും കൈവരിക്കാൻ സാധിക്കുന്നതാണ്. കഷ്ടപ്പാട് വിതച്ച വിത്തിന് നേട്ടമെന്ന പൂക്കാലം വരികയായി.
പൂർത്തിയായി. 2027 തുലാക്കൂറുകാരെ സംബന്ധിച്ച് ഉയരങ്ങളിൽ എത്തുന്ന കാലമാണ്. ഇനി നമുക്ക് 2028 തുലാക്കൂറുകാർക്ക് എങ്ങനെയുണ്ടാകുമെന്ന് പരിശോധിക്കാം. ശത്രുക്കളെ ജയിക്കാനുള്ള അവസരങ്ങളും മാറ്റങ്ങളുമുള്ള വർഷമാണ്. ശനിയുടെ രാശിമാറ്റം വലിയ കരുത്ത് ഇവർക്ക് നൽകുന്നതാണ്. കണ്ടകശനിയൊക്കെയാണ്. എന്നിരുന്നാലും ശത്രുക്കളുടെ മേൽ വിജയം കൈവരിക്കാനും കോടതി കേസുകളിൽ വിജയം കൈവരിക്കാനും ഒക്കെ കഴിയുന്നത് കൊണ്ട് തന്നെ നേട്ടങ്ങൾ ഉണ്ടാകുന്നത് തന്നെയാണ്. കൂടാതെ കടങ്ങളൊക്കെ തീരുന്നതാണ്. ആരോഗ്യകാര്യത്തിൽ പുരോഗതിയും ഉണ്ടാകുന്നതാണ്. എന്നാൽ രാഹു 2028 ഇവർക്കൊരു മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. വീട്ടിൽ ചെറിയ അസ്വസ്ഥതകളൊക്കെ ഉണ്ടായേക്കാം. സ്വത്ത് സംബന്ധമായിട്ടുള്ള തർക്കങ്ങളും വഴക്കുകളും ഉണ്ടാകാം. കൂടാതെ അമ്മയുടെ ആരോഗ്യത്തിൽ ശ്രദ്ധ വയ്ക്കേണ്ടതാണ്. അതുപോലെ തന്നെ മാനസിക സമ്മർദ്ദത്തിനും സാഹചര്യങ്ങൾ ഉണ്ടാകാം. തുലാക്കൂറുകാരോട് ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, ജീവിതത്തിൽ സന്തുലിതാവസ്ഥകൾ നഷ്ടപ്പെടാതെ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് പരിഹാരങ്ങളായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളത് നോക്കാം. മഹാലക്ഷ്മിയെ നിത്യം ആരാധിക്കുക. വെള്ളിയാഴ്ചകളിൽ നിർബന്ധമായിട്ടും ദീപം തെളിയിക്കുക. ഓം ശ്രീം മഹാലക്ഷ്മി നമ എന്ന മന്ത്രത്തെ നിത്യം ജപിക്കുക. കൂടാതെ ശനിയാഴ്ച ദിവസങ്ങളിൽ ഓം ശം ശനൈശ്വരായ നമ എന്ന മന്ത്രത്തെ നിത്യം ജപിക്കുക, സ്ഥിരമായി ജപിക്കുക. കൂടാതെ വെള്ളിയാഴ്ചകളിൽ അരി, പഞ്ചസാര, വെള്ളവസ്ത്രം എന്നിവയൊക്കെ ദാനം ചെയ്യുന്നതും വിശേഷ ഫലം നൽകും. 3 വർഷങ്ങൾ തുലാക്കൂറുകാർക്ക് ജീവിതത്തിൽ അതിന്റെ ഗുണവും ദോഷവും ഒക്കെ അറിഞ്ഞിരുന്നുകൊണ്ട് ജീവിതത്തെ കൂടുതൽ ഉയർച്ചയിലേക്ക് കൊണ്ടുപോകാനായിട്ട് സഹായകരമാകട്ടെ. 2026 എന്നുള്ളത് തുലാക്കൂറുകാരെ സംബന്ധിച്ച് ഭാഗ്യോദയത്തിന്റെ കാലഘട്ടമാണ്. 2027 തൊഴിൽ, ധനം, പ്രശസ്തി എന്നിവയൊക്കെ ലഭിക്കുന്നതാണ്. 2028 ശത്രുജയം, കടങ്ങളിൽ നിന്നുള്ള മോചനം എന്നിവയൊക്കെ ലഭിക്കുന്നതാണ്. എന്നിരുന്നാലും ജാഗ്രത പുലർത്തേണ്ട വർഷം കൂടിയാണ്. പ്രിയപ്പെട്ട തുലാം രാശിക്കാരെ, നിങ്ങളുടെ മികച്ച കാലഘട്ടങ്ങൾ വാതിൽക്കൽ നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ നാളേക്കായി കാത്തിരിക്കാതിരിക്കുക. ഇന്ന് തന്നെ പ്രവർത്തിച്ചു തുടങ്ങുക. കാലഹ ക്രീഡതു ഗശസ്ത്യായു. കാലം കളികൾ കളിച്ചുകൊണ്ട് കടന്നു പോകുന്നു. അതുകൊണ്ട് നിങ്ങളുടെ സ്വപ്നങ്ങൾ നെയ്തെടുക്കുവാനായിട്ട് ഇന്ന് തന്നെ പ്രവർത്തിച്ചു തുടങ്ങുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ, ഉപകാരപ്രദമാകും എന്ന് പ്രതീക്ഷിക്കുന്നുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ഒന്ന് ഓൾ എന്ന് എനേബിൾ ചെയ്തു വെക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ജ്യോതിഷ വിജ്ഞാന രഹസ്യങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.